ഭവിഷ്യ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുൾ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. ജൂൺ 1 ടു ജൂൺ 5 പാർട്ട് 2 ആണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ബട്ടണും കൊടുക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following has been nominated for Rajiv Gandhi Khel Ratna Award by Boxing Federation of India? Manish Kaushikano, Shiva Thapa, Gaurav Solanki, Amit Pangal. The correct answer ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ correct answer is Amit Pangal. Amit Pangal. Amit Pangal. World silver medalist Amit Pangal and the seasoned Vikas Krishnan were nominated by the Boxing Federation of India for Rajiv Gandhi Khel Ratna Award June 1, 2020. Second question. Who among the following has been nominated for Arjuna Award by the Boxing Federation? Arjuna Award. Arjuna Awards are Nilkhat Zareen, Laishram Sarita Devi, Lovlina Burgoyne, Pinky Rani. The correct answer ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ correct answer is option C, Lovlina Burgoyne. Lovlina Burgoyne. The Boxing Federation of India has nominated Lovlina Burgoyne 69 kg, Simranjit Kaur 64 kg and Manish Kaushik 63 kg for the Arjuna Awards. Lovlina Burgoyne has won world bronze twice. രണ്ട് പ്രാവശ്യം വേൾഡ് ബ്രോൺസ് ട്വൈസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ട്വൈസ് ടൈംസ് ഷീ അക്വയർഡ് ബ്രോൺസ്. Lovlina Burgoyne. Okay. When will UN Security Council election be held? When will UN Security Council election will be held? Option June 17, 15, June 30 or September 12. The correct answer is June 17th. June 17th ആയിരിക്കും UN Security Council election held up ചെയ്യുക. UN Security Council election for 5 non-permanent members will be held on June 17 to June 20. June 17 to 2020. France has taken over the presidency of the council for the month of June. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണെങ്കിൽ പേരൻ്റ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പാരൻ്റ് ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പാരൻ്റ് ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇനി എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആൻഡ് ഇറ്റ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1945 October 24. ഇതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ 15 കൺട്രീസ് വിത്ത് പെർമനൻറ്റ് മെമ്പേഴ്സ്. ആൻഡ് എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയാണ്. ഇനി ഇതിനുള്ളത് 5 പെർമനൻറ്റ് മെമ്പേഴ്സ്. ആരൊക്കെ? ഇവർ പെർമനൻറ്റ് മെമ്പേഴ്സാണ്. അതിൽ ഒന്നാമത്തെ ചൈന, പിന്നെ വരുന്നത് ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇതിൽ ചൈന ഹാസ് അസ്യൂംഡ് ദ പ്രസിഡൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഫോർ മാർച്ച് 2020. മാർച്ച് 2020 ചൈന പ്രസിഡൻസിഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. Which among the following states celebrated its statehood on June 2, 2020? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, എളുപ്പമാണ്. ആൻഡ് ഇറ്റ്സ് കറക്റ്റ് ആൻസർ എന്തായിരിക്കും എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻസ് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, തെലങ്കാന. സോ കറക്റ്റ് ആൻസർസ് തെലങ്കാന ഒബ്സർവ്ഡ് സ്റ്റേറ്റ്ഹുഡ് ഡേ June 2, 2020. നരേന്ദ്രമോദിയാണ് ഇതിനെ എക്സ്പ്രസ് ഹിസ് ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് തെലങ്കാന. 6th ആനിവേഴ്സറിയാണ് ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. തെലങ്കാനയെ കുറച്ച് സ്റ്റാറ്റിക് GK. ഒഫീഷ്യലി 2nd June 2014. K. Chandrasekhar Rao ആണ് ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന. തെലങ്കാന രാഷ്ട്രീയ സമിതി പാർട്ടി ആയിരുന്നു. K. Chandrasekhar Raoൻ്റെ പാർട്ടി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ തെലങ്കാന രാഷ്ട്ര സമിതി പാർട്ടിയാണ് ഇതിൽ മെജോറിറ്റി വിൻ ചെയ്തത്. അതുകൊണ്ടാണ് K. Chandrasekhar Rao ചീഫ് മിനിസ്റ്ററായിട്ട് എലക്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ക്യാപിറ്റൽ ആൻഡ് ലാർജസ്റ്റ് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണ്. ഇനി ഇതിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ബൈ ക്യാമറലാണ് വിത്ത്
119 പ്ലസ് 43 സീറ്റ്സ് ഉണ്ട്. ഡിസ്ട്രിക്ട്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 ഡിസ്ട്രിക്ട്സ്. ഗവർണർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് തമിലിസായി സൗന്ദര്യരാജൻ. പാർലമെൻ്ററി കോൺസ്റ്റിറ്റുവൻസീസ് പറയുകയാണെങ്കിൽ രാജ്യസഭയിൽ 7 സീറ്റ്സ് ഉണ്ട്, ലോക്സഭയിൽ 17 സീറ്റ്സ് ഉണ്ട്. ഹൈക്കോർട്ട് ഓഫ് തെലങ്കാന ഈസ് the High Court of State of Telangana. The state is also the main administrative center of many Indian defense aerospace. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഡിഫൻസ് എയ്റോസ്പേസ് ആൻഡ് റിസർച്ച് ലാബ്സ് മാക്സിമം കാണപ്പെടുന്ന ഏത് സ്റ്റേറ്റിലും ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കറിയാമെന്നുള്ളൊരു ഒരു ലാബാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, BDL എന്ന് പറഞ്ഞാൽ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO എന്ന് പറയും, ആൻഡ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറി. ഇതൊക്കെയായിരുന്നു മെയിൻ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ഓഫ് ഇന്ത്യൻ ഡിഫൻസ് എയ്റോസ്പേസ് ആൻഡ് റിസർച്ച് ലാബ്സ്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സിൽ നമുക്ക് മെയിനായിട്ട് കാണപ്പെടുന്ന മെയിൻ സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചാർമിനാർ. ചാർമിനാർ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കുത്ബുദ് ഷാ ടോംസ് മീൻസ് കുത്തുബ് ഷാ ടോം, ഇനി ഷാഹി ടോംബ് എന്ന് പറയും. പിന്നെ പൈഗ ടോം, ഫൽകുമ പാലസ്, ചൗമാല പാലസ്, വാരങ്കൽ ഫോർട്ട്, കക്ടിയ കാല തോർണം, 1000 Pillar Temple and Bongiri Fort in Yadadri, Bhubaneswar district. പിന്നെ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഗോൾക്കൊണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ലോഞ്ച് ദ ചാമ്പ്യൻ പോർട്ടൽ ഫോർ MSMEs? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇറ്റ്സ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി launched the Champion Portal on June 1, 2020. Champions Portal will aim to resolve the problems of MSMEs, including those of finance, raw materials, labor, and regulatory permissions. It aims to make the smaller unit big, providing them various facilities such as solving their grievances, encouraging, supporting, helping, and hand-holding. The portal is also empowered with artificial intelligence, data and analytic, and machine learning, as well as integrated with GOI, Main Grievances Portal, CPGR AMS. MSMEs, Ministry of State, Micro, Small and Medium Enterprises. പ്രതാപ് ചന്ദ്ര സാരംഗിയാണ് പ്രതാപ് ചന്ദ്ര സാരംഗിയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. Next question, which state has launched a Corona mobile application to provide information regarding hospital beds and ventilators? ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഡൽഹി, മധ്യപ്രദേശ് ഓർ കർണാടക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് ഡൽഹി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡൽഹിയാണ്. Delhi Chief Minister Arvind Kejriwal launched the Delhi Corona mobile application to help track beds, ventilators, COVID-19 patients. Delhi കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ, അനിൽ ബൈജാൽ ലഫ്റ്റനൻറ്റ് ഗവർണർ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ്, ഇന്ത്യ ഗേറ്റിലാണ്. ഒഫീഷ്യലി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ഇസ് NCT. യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി. ഇറ്റ് ബോർഡേഴ്സ് വിത്ത് ഹരിയാന, ഉത്തർപ്രദേശ് ടു ദ ഈസ്റ്റ്. ഡിസ്ട്രിക്റ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ 11 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്ത് സെൻട്രൽ പാർട്ട് ഓഫ് ദ കൺട്രി ഓൺ ദ വെസ്റ്റ് ബാങ്ക് ഓഫ് ദ യമുന റിവർ. യമുന റിവറിൻ്റെ ബാങ്കിലാണ് നമ്മൾ ഡൽഹി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ള ഫേമസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആൻഡ് ദ ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ സൗത്ത് ഏഷ്യ ടു. രാഷ്ട്രപതി ഭവൻ നമുക്കറിയാം, പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് ഈ രാഷ്ട്രപതി ഭവൻ. അതും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ഇനി ഒരു കറണ്ട് അഫെയർ ആണ് G20 സമ്മിറ്റിനെ കുറിച്ച്. G20 സമ്മിറ്റ് 2022 എന്ന് വെച്ചാൽ 2022 ന്യൂഡൽഹി വെച്ച് നടക്കാൻ പോവുകയാണ് G20 സമ്മിറ്റ്. ഇനി കുറച്ച് മേജർ സ്പോർട്ടിംഗ് വെന്യൂസ് നമുക്ക് കാണാം, കുറേ സ്റ്റേഡിയംസ്. അതിലൊന്നാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, പിന്നെ പറഞ്ഞത് അംബേദ്കർ സ്റ്റേഡിയം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഇല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, RK ഖന്ന ടെന്നീസ് കോംപ്ലെക്സ്, ധ്യാൻ ചന്ദ് നാഷണൽ സ്റ്റേഡിയം ആൻഡ് സിറി ഫോർട്ട് സ്പോർട്സ് കോംപ്ലെക്സ്.
പിന്നെ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ഹൈവേ 44. നമുക്കറിയാം ലോങ്ങസ്റ്റ് ഹൈവേ ഇൻ ഇന്ത്യയാണ് നാഷണൽ ഹൈവേ ദാറ്റ് കണക്ട്സ് ശ്രീനഗർ വിത്ത് കന്യാകുമാരി ആൻഡ് പാസസ് ത്രൂ ഡൽഹി. അപ്പോൾ ഡൽഹി കൂടെയാണ് ഈ NH44 ഹൈവേ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നാഷണൽ മ്യൂസിയം. ഈ നാഷണൽ മ്യൂസിയം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. ലാർജസ്റ്റ് മ്യൂസിയം ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും നാഷണൽ മ്യൂസിയമാണ്. പിന്നെ പറയുന്നത് ജന്തർ മന്തർ ഇത് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും ഡൽഹി തന്നെയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് മഹാരാജ ജയസിംഗ് 2 ഓഫ് ജയ്പൂർ ആണ്. പിന്നെ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഹൗസ് മിനിസ്റ്റേഴ്സ്. ഇവിടെയാണ് ഡിഫൻസ് മിനിസ്റ്റർ, ഫിനാൻസ്, ഹോം മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഓൾസോ ദ PMO's ഓഫീസും എല്ലാം ഈ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഡൽഹിയിലാണ്. പിന്നെ അത് നമ്മളെ രാജ്ഘട്ട്, ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധിൻ്റെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ആണ് രാജ്ഘട്ട്. Next question. Former External Affairs Minister spokesperson Ravish Kumar has been appointed as India's next ambassador to which nation? ഏത് നേഷനിലാണ് രവീഷ് കുമാർ നെക്സ്റ്റ് അംബാസിഡർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഫിൻലാൻഡ്, പോലാൻഡ്, ബെൽജിയം ഓർ സ്വീഡൻ. ആൻസർ ഈസ് ഫിൻലാൻഡ്. ദ കറക്റ്റ് ആൻസർ ഇസ് ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ നിന്നാണ് രവീഷ് കുമാർ നെക്സ്റ്റ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദ ഫോർമർ സ്പോക്സ് പേഴ്സൺ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ രവീഷ് കുമാർ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഇന്ത്യാസ് നെക്സ്റ്റ് അംബാസിഡർ ടു ഫിൻലാൻഡ്. He is a 1995 batch Indian Foreign Service IFS officer ആണ് ഇദ്ദേഹം. He served for spokesperson for Ministry of External Affairs from July 2017 to 20. ഫിൻലാൻഡ് കുറച്ച് ഒരു GK ക്യാപിറ്റൽ ആൻഡ് ലാർജസ്റ്റ് സിറ്റി ഈസ് ഹെൽസിങ്കി. ഗവൺമെൻറ് ഇതൊരു യൂണിറ്ററി പാർലമെൻ്ററി റിപ്പബ്ലിക്കാണ്. പ്രസിഡൻറ്റ് സൗലി നിനിൻസ്റ്റോ. പ്രൈം മിനിസ്റ്റർ സെന മെറിൻ. ഈ സെന മെറിൻ ഒരു കറണ്ട് അഫെയർ ആണ്. ഷീ ഈസ് ദ വേൾഡ്സ് യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ. നമുക്കറിയാം ഫിൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇവർ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എപ്പോഴും ഫസ്റ്റ് പന്തി തന്നെയാണ്. ബിക്കോസ് കഴിഞ്ഞ 2 വർഷമായിട്ട് 18, 19 and 20 ഈ വർഷവും ഇവർ തന്നെയാണ് ഫസ്റ്റ്. Finland became the first European state to grant all adult citizens the right to vote and the first in the world to give all adult citizens the right to run for public office. നമുക്കറിയാം നോക്കിയ എന്ന് പറഞ്ഞ കമ്പനി ഇത് ആക്ച്വലി ഒരു ഫിനിഷ് മൾട്ടിനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. ഇതും എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പോ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെലൻസ്കി മെട്രോപൊളിറ്റൻ ഏരിയയിൽ നിന്നാണ് ഈ നോക്കിയ കോർപ്പറേഷൻ്റെ ആക്ച്വൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. Next, the Sports Ministry has extended the deadline for submitting applications for National Sports Awards till when? എത്ര ദിവസത്തേക്ക് വരെയാണ് സ്പോർട്സ് മിനിസ്ട്രി ഈ പറഞ്ഞ നാഷണൽ സ്പോർട്സിൻ്റെ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് 22 June, July 3rd or June 30 an answer. The sports minister has extended the deadline for submitting application for national sports award till June 22. The ministry has also allowed athletes to self-nominate themselves given the difficulties being faced by them to find recommended in wake of coronavirus. Which nation candidature was approved unanimously for non-permanent membership of UNSC from the Asia Pacific category? China, India, Bangladesh or Sri Lanka? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് ഇന്ത്യയാണ് non-permanent membership UNSC. India is set to be re-elected as non-permanent member of UN Security Council during the election in 2020. India's candidature for the Asia Pacific seat is non-permanent category was unanimously endorsed by 55-member Asia Pacific grouping including Pakistan and China in 2019 for a year of 21 to 22. UNSC has how many non-permanent members? എത്ര non-permanent members ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവർക്ക് ആക്ച്വലി 10 non-permanent members ഉണ്ട്. Total 10 non-permanent members. The UNC have 5 permanent veto wielding members including United States, UK, China, Russia, France. The council also has 10 non-permanent members and every year the UN General Assembly elects 5 non-permanent members for a year term of means 2 years. Headquarters in New York City lana. On 8 June 2018 United Nations General Assembly elected Germany, Belgium and Dominican Republic, Indonesia and South Africa to Security Council for the year 2019 and 20 period. Next question. Which nation is the smallest ever nation to secure a UNSC seat? UNSCയിലെ സീറ്റ് ഈ ഇടയ്ക്ക് കിട്ടിയത് ഏത് നേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സെൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനഡീൻസ്.
സെൻറ്റ് വിൻസെൻറ്റ് ഗ്രനഡീൻസ്. 5 നേഷൻ ഇൻക്ലൂഡിങ് വിയറ്റ്നാം, നൈജീരിയ ആൻഡ് എസ്റ്റോണിയ, ട്യൂണേഷ്യ. പിന്നെ സെൻറ്റ് വിൻസെൻറ്റും ആണ് ഈ വർഷത്തേക്ക് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് എവർ നേഷൻ ടു സെക്യൂർ UNSCC. ഇതാണ് ഏറ്റവും ചെറിയ ഒരു നേഷനാണ്. ഇവർക്കാണ് ഈ ഇടയ്ക്ക് എന്ത് കിട്ടിയത്, UNSCയിൽ സീറ്റ് കിട്ടിയത്. വിച്ച് among the following nation is not a part of G7? G7ൽ പാർട്ടല്ലാത്ത ഏത് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനി, റഷ്യ, കാനഡ, ഇറ്റലി. ദ കറക്റ്റ് ആൻസർ ഈസ് റഷ്യ. റഷ്യയാണ് G7 സബ്മിറ്റിൽ മെമ്പർഷിപ്പ് അല്ലാത്തത്. G7 സബ്മിറ്റ് മെമ്പർഷിപ്പ് അല്ലാത്ത ഒരു രാജ്യമാണ് റഷ്യ. ദ ഗ്രൂപ്പ് ഓഫ് 7 പ്രസൻ്റ്ലി കംപ്രൈസസ് ദ വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്കോണമീസ് ഇൻക്ലൂഡിംഗ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, കാനഡ, ഇറ്റലി. Russia is not part of the group. ഈ ഗ്രൂപ്പിൽ പാർട്ടല്ല റഷ്യ. G7 was created more than 4 decades ago as an annual gathering of political leaders to discuss and exchange ideas on a broad range of issues including global economic security and energy. G7-നകത്ത് മുമ്പ് ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ നമ്മൾ കണ്ടതാണ്. നമുക്കിനി കുറച്ച് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും പേര് നോക്കാം. കാനഡ. ഫസ്റ്റ് വൺ കാനഡയിലെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ, Germany Chancellor Angela Merkel, France President Emmanuel Macron, Italy President Giuseppe Conte, USA President Donald Trump, UK Prime Minister Boris Johnson, Japan Shinzo Abe. Which year did G8 become G7 again? എന്ന് വെച്ചാൽ G8 ആയിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പേര്. എന്നിട്ട് G7 എങ്ങനെയായി, എപ്പോഴായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ 11, 13 or 14 or 15. കറക്റ്റ് ആൻസർ ഇസ് 14. G7 had become G8 in 1998 when Russia was formally inducted as a member. However, Russia's act of moving its troops into eastern Ukraine and conquering Crimea in 2014 drew heavy criticism from the other G8 nations, which then decided to suspend Russia from the group, following which it became G7 again. Next question. Prime Minister Narendra Modi will be holding a high-level summit with the Prime Minister of which nation? Japan, New Zealand, South Africa or Australia? Then the correct answer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. The correct answer is Australia. Prime Minister Narendra Modi will be holding an India-Australia virtual summit with Australian Prime Minister Scott Morrison on June 4, 2020. June 4, 2020-ലായിരിക്കും ഇത് നമ്മൾ സബ്മിറ്റ്. ഇതൊരു വെർച്വൽ സബ്മിറ്റാണ്. ദ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ വാസ് ഷെഡ്യൂൾഡ് ടു വിസിറ്റ് ഇന്ത്യ ദിസ് ഇയർ, ബട്ട് ഡ്യൂ ടു കൊറോണ വെർച്വൽ സബ്മിറ്റാക്കി തീർത്തു. ഓസ്ട്രേലിയ ക്യാപിറ്റൽ കാൻബറ ആൻഡ് സിറ്റി സിഡ്നിയാണ്, ലാർജസ്റ്റ് സിറ്റി സിഡ്നിയാണ്. ഡേവിഡ് ഹോർക്കിയാണ് ഗവർണർ ജനറൽ ഓഫ് ഓസ്ട്രേലിയ. എലിസബത്ത് II ആണ് ക്വീൻ. സ്കോട്ട് മോറിസൺ ഇസ് ദ പ്രൈം മിനിസ്റ്റർ. ബൈക്യാമറൽ പാർലമെൻ്റ് ആണ്. മൊണാർക്കാണ് ഇന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന സെനറ്റ് ഹൗസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ്. ബോഡിങ്ടൺ ഗോൾഡ് മൈൻ ആണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഏറ്റവും വലിയ ഓപ്പൺ കട്ട് മൈൻ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് വലിയൊരു വൈൻയാർഡ് തന്നെയുണ്ട്. ബൊറോസ വാലി, വൺ ഓഫ് ദ മേജർ വൈൻ പ്രൊഡ്യൂസിങ് റീജിയൻ. വേൾഡിൽ തന്നെ 4th ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് വൈൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ വൈൻ ഇൻഡസ്ട്രീസ് തന്നെയാണ്. നമുക്കറിയാം ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന മെൽബൺ സ്റ്റേഡിയവും ഇവിടെ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. Legendary filmmaker Basu Chatterjee passed away on June 4, 2020. He had won a national award for which film? ഏത് ഫിലിമിന് വേണ്ടിയിട്ടാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ദുർഗ. Legendary filmmaker Basu Chatterjee passed away on June 4, 2020 due to the age-related health issues. Next question. The United States has issued an order seeking suspension of flight from which nation? ഏത് നേഷനിലാണ് ഈ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ഫ്ലൈറ്റ് സസ്പെൻഡ് ചെയ്തത്? China. The United States issued an order of June 3, 2020 seeking suspension of passenger flights from China starting from June 16, 2020. The move has been taken in relation to China's refusal to let US Airlines resume flight to China. Xi Jinping ആണ് president. Capital Beijing. Largest city is Shanghai. China officially People's Republic of China എന്നറിയപ്പെടും. ഇവിടുത്തെ ഒരു ഫേമസ് എൻഡേഞ്ചർഡ് സ്പീഷി ആയിട്ടുള്ള ഒരു ആനിമലാണ് ജയൻറ്റ് പാൻഡ. എൻഡമിക് സ്പീഷി എന്നും
ആ കാറ്റഗറിയിലാണ് പെടുന്നത്. ത്രീ ഗോർജസ് ഡാമാണ് ഏറ്റവും ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ഇൻ ദ വേൾഡ് ആണ്. ചൈന ഇസ് ഓൾസോ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ഷാങ്ഹായ് കോർപ്പറേഷൻ. SCOൻ്റെ ഫൗണ്ടിങ് മെമ്പറാണ് ചൈന. The Union Cabinet has approved an MOU on cooperation in environment protection between India and which nation? ഏത് രണ്ട് രാജ്യം തമ്മിലാണ് എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഇന്ത്യ ആൻഡ് വേറെ ഏത് നേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഈസ് ഭൂട്ടാൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഭൂട്ടാൻ. ഓപ്ഷൻസ് ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാനാണ്. ഭൂട്ടാനാണ് കറക്റ്റ് ആൻസർ. The Union Cabinet chaired by Prime Minister Modi has approved the Memorandum of Understanding signed between India and Bhutan for cooperation in areas of environment including air, waste, chemical management and climate change. ഭൂട്ടാൻ്റെ കുറച്ച് സ്ട്രാറ്റജി നോക്കാം. ക്യാപിറ്റൽ ഇസ് തിംഫു. പ്രൈം മിനിസ്റ്റർ ലോട്ടെ ടാൻഷ്രിങ്. ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഈസ്റ്റേൺ ഹിമാലയാസ് ആ ഭാഗം മൊത്തവും ഈസ്റ്റേൺ ഹിമാലയാസ് ആണ്. ഇതിന് നോർത്തിൽ നോക്കുകയാണെങ്കിൽ ചൈന വിത്ത് ടിബറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഈ കൺട്രിയിലെ വെസ്റ്റേൺ മോസ്റ്റ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിമാണ്. ഗവൺമെൻറ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂണിറ്ററി പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയാണ്. മൊണാർക്ക് ജിഗ്മെ കെസാർ ലക്മെ വാക്ചക്. ഈ ചാം എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഇതൊരു ഫോം ഓഫ് ഡാൻസ് ആണ്. ഇതൊരു ആനുവലി പെർഫോം ഡ്യൂറിങ് റിലീജിയസ് ഫെസ്റ്റിവൽസിലാണ് ഈ ചാം എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കാറ്. ചാം എന്ന് പറഞ്ഞ ഒരു സാക്രഡ് മാസ്ക്ഡ് ഡാൻസ് ആണ്. മാസ്ക് ഇട്ടിട്ടാണ് ഇത് കളിക്കുന്നത്. വിച്ച് നേഷൻ വിൽ ഹോസ്റ്റ് ദ ഗ്ലോബൽ വാക്സിൻ സമ്മിറ്റ്? ഏത് രാജ്യമാണ് ഗ്ലോബൽ വാക്സിൻ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് നൺ അതർ, എല്ലാവർക്കും അറിയാവുന്നൊരു ആൻസറാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് യുണൈറ്റഡ് കിങ്ഡം. India is set to participate in the Global Vaccine Summit along with over 50 countries and organizations. The UK-led virtual Global Vaccine Summit will be hosted by British Prime Minister Boris Johnson on June 4, 2020. ബോറിസ് ജോൺസൺ ആയിരിക്കും ഇതിനെ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഓഫ് UK എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഈസ് ലണ്ടൻ. ലണ്ടനാണ് ക്യാപിറ്റൽ. ദ യുണൈറ്റഡ് കിങ്ഡം കൺസിസ്റ്റ് ഓഫ് 4 countries: ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലാൻഡ്. യൂണിറ്ററി പാർലമെൻറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. Next, which country are involved in the implementation of Kohala hydroelectric power project? Kohala. പാകിസ്ഥാൻ ആൻഡ് ചൈനയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Pakistan-China agreement was signed between Pakistan and China to implement Kohala hydropower project in the region of Pakistan-occupied Kashmir, implement under China-Pak Economic Corridor. Next question. When is the International Day of Innocent Children Victim of Aggression observed? June 5th, 4th, 3rd or 2nd? The correct answer is June. The correct answer is June 4th. June 4th ആണ് ഇതിന് കറക്റ്റ് ആൻസർ. Children victims of aggression observed on June 4th. The International Day of Innocent Children Victim was established in the year 1982. It is the acknowledgement of the pain suffered by the children throughout the world. Next question. Which city will host the 51st annual summit of the World Economic Forum? World Economic Forum 51st annual summit ചെയ്യാൻ പോകുന്ന എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഡാവോസ്. ഡാവോസിലാണ്. Also option B is Davos. The 51st annual summit of World Economic Forum will be held in Davos, Switzerland under the theme The Great Reset. The summit has been named as a unique twin summit. A unique twin summit എന്നാണ് അറിയപ്പെടുന്നത്. The World Economic Forum based in Cologne, Geneva, Switzerland is an NGO founded in 1971. Global Competitiveness Report, Global Risk Report and Global Gender Gap Report എല്ലാം തരുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഇവരാണ് ഈ പറഞ്ഞ റിപ്പോർട്ട്സ് ഒക്കെ തരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. Next question. Which Indian port trust has been renamed as Shyam Prasad Mukherjee Port Trust? Most important question ആണ്. കൊൽക്കത്ത പോർട്ടാണോ? കൊൽക്കത്ത പോർട്ടാണ്. The central government on June 3 approved to rename the Kolkata Port Trust as Shyam Prasad Mukherjee Port Trust. The Kolkata port is the first major port and the only riverine port in India. Most important point, the only riverine port
in India is known as Kolkata Port. Now its name is Shyam Prasad Mukherjee Port. Established in 1870. Appointment of commissioners for the improvement of Calcutta as per Act 5 of 1870. When was the World Environment Day 2020 observed? നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് എൻവയൺമെൻറ്റ് ഡേ പരിസ്ഥിതി ദിനം എന്നാണ് ചോദിച്ചാൽ ജൂൺ 5th ആണ്. വേൾഡ് എൻവയൺമെൻറ്റ് ഡേ 2020 was observed across the globe on June 5th, 2020 with emphasis of need to care for the nature and humanity. What was the theme of the World Environment Day 2020? ഇതിൻ്റെ തീം എന്തായിരുന്നു? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബയോഡൈവേഴ്സിറ്റി. ദ തീം ഓഫ് ദ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ 2020 is biodiversity. The World Environment Day 2020 theme is extremely important, especially with the recent event of the major bushfire in Australia, Brazil and United States. ഈ ഇടയ്ക്ക് ഒരു ബുഷ് ഫയർ നടന്നായിരുന്നു. അതിന് കാരണമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് തീം ഇട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India has pledged how much amount for the Global Alliance for Vaccine and Immunization? ഇമ്മ്യൂണൈസേഷനും വാക്സിനും വേണ്ടി എത്ര രൂപയാണ് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $15 million. $15 million ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാസ് പ്ലെഡ്ജ്ഡ് $15 million to Global Alliance for Vaccine and Immunization. He made the announcement during the Global Vaccine Summit hosted by United Kingdom, June 4, 2020. Who launched a national awareness campaign on prevention of human-animal mortality on highway on June 5th? ഹൈവേ എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരായിരിക്കും? ഹൈവേ മിനിസ്റ്റർ ആയിരിക്കും. ഹൈവേ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരിക്കും. സോ ഹി ഈസ് നിതിൻ ഗഡ്കരി. ഓക്കെ. The Union Road Transport and Highway Minister Nitin Gadkari on June 5th, 2020 launched a national awareness campaign on prevention of human and animal mortality on highways. While launching the campaign throughout the video conference, the Union Minister underlined the need for generating awareness and education for the masses at the large towards reducing or eliminating mortality of roads. Which Union Ministry has launched the information booklet Safe Online Learning in the times of COVID-19? അപ്പം സേഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏത് മിനിസ്ട്രി ആയിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആയിരിക്കും. HRD മിനിസ്റ്റർ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? HRD മിനിസ്ട്രി. ദ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ രമേഷ് പൊക്രിയാലാണ് നമ്മുടെ HRD മിനിസ്റ്റർ ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്. ഹൂ ലോഞ്ച് ദ ഐ കമ്മിറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ? ഐ കമ്മിറ്റ് വേൾഡ് എൻവയൺമെൻറ്റ് ഡേയിൽ ലോഞ്ച് ചെയ്തത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർ കെ സിംഗ് ആണ് ഐ കമ്മിറ്റ് എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് വേൾഡ് എൻവയൺമെൻറ്റ് ഡേയിൽ അത് ലോഞ്ച് ചെയ്തത്. മിനിസ്റ്റർ ഓഫ് പവറാണ് ആർ കെ സിംഗ്. June 5th, 2020 ഐ കമ്മിറ്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങിയത്. എന്തിനാണ് തുടങ്ങിയത്? വേൾഡ് എൻവയൺമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു കണ്ടിന്യൂ വർക്കിംഗ് ടുവേർഡ്സ് എനർജി എഫിഷ്യൻസി, റിന്യൂവബിൾ എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി ടു ക്രിയേറ്റ് എ റോബസ്റ്റ് ആൻഡ് റിസൈലൻറ്റ് എനർജി സിസ്റ്റം ഇൻ ഫ്യൂച്ചർ. ഫിറ്റ് ഇന്ത്യ വിൽ ബി ലോഞ്ചിങ് സ്പെഷ്യൽ ഫിലിംസ് ടു പ്രൊമോട്ട് ഹൗ മെനി ഇൻഡിജിനിയസ് സ്പോർട്സ് ഓഫ് ഇന്ത്യ? എത്ര ഇൻഡിജിനസ് സ്പോർട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് 10 സ്പോർട്സിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻഡിജിനസ് സ്പോർട്സ് ഒരു സ്പെഷ്യൽ ഫിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് എലോങ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. മൊത്തം 10 ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സ്പോർട്സ്: ഷൂട്ടിംഗ് ബോൾ, റോൾ ബോൾ, കബഡി, മൽഖാം, സ്കേ, തങ്ത, കൊക്കോ, കളറിപ്പൈറ്റ്, തഗ് ഓഫ് വാർ ആൻഡ് ഗട്ക. ഇത്രയും സ്പോർട്സ് ആയിരിക്കും എന്താ ഫിറ്റ് ഇന്ത്യക്കകത്ത് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുബ്ദാല ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി company has acquired how much stake in Reliance Jio platforms? എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നമ്മളെ ജിയോ നിന്നും മുബ്ദാലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നേടിയതെന്ന് ചോദിച്ചാൽ 1.8 ആണ്. ആക്ച്വലി ഇതൊരു അബുദാബി ബേസ്ഡ് ഫേമാണ്. അവരെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9,093 crore rupees. അതാണ് അവർ 1.85% സ്റ്റേക്ക് കമ്പനി ഹോൾഡർ ജിയോ നിന്നും മേടിച്ചത്.